എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ഹെയർ ബാൻഡാണ് തയ്ക്കാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ വീതി 8 ഇഞ്ചും നമ്മൾ താഴോട്ടുള്ള നീളം വരുന്നത് 4.25 ഇഞ്ചുമാണ്. ഇനി ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കാർഡ് എടുത്തതിന് ശേഷം അതിൻ്റെ വീതി 4 ഇഞ്ചും നീളം നമുക്ക് 3 ഇഞ്ചും എടുക്കാം. ഇനി ഈ കാർഡിനെ നമുക്ക് ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. ഈ അവസാന ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ കുറച്ച് ഭാഗം വിട്ടതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. അവിടെ ലോക്ക് ഇട്ടിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ നമ്മൾ 4 വശവും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം മറിച്ചെടുക്കാം ഈ ക്ലോത്തിനെ. ഇനി അരികുവശമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കി എടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിനെ ചെറുതായി ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് പിടിച്ച് താത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് വൃത്തിക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ മടക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ കുപ്പി മോടി കൊണ്ട് ഹെയർ ബാൻഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് പോയി കാണുക. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് സൂചിയിൽ ത്രെഡ് ഇട്ടതിന് ശേഷം ഇതുപോലെ കുത്തി തുന്നിയെടുക്കാം. ഇനി ത്രെഡ് ഇതുപോലെ ഒന്ന് വലിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് സൂചി വെച്ചൊന്ന് തുന്നിയെടുക്കാം. ഇപ്പം നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ക്ലോത്താണ് ആവശ്യമുള്ളത്. അതിൻ്റെ വീതി നമ്മൾ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. നീളം എടുക്കുന്നത് 18 ഇഞ്ചാണ്. ഇനി നമുക്ക് 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് വേണ്ടത്. ഈ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുന്നത് 7 ഇഞ്ചാണ്. ഇനി നമുക്ക് ആ ഇലാസ്റ്റിക് ഇതിനകത്തേക്ക് കടക്കുന്ന വീതിയിൽ നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി ഇതിനെ പെൻസിൽ കൊണ്ട് നമുക്കൊന്ന് കുത്തി മറിച്ചെടുക്കാം.
ഇനി ഇലാസ്റ്റിക്കുമേ ഇതുപോലെ നമുക്ക് പിൻ കുത്തി വെച്ചതിന് ശേഷം ഇതിനുള്ളിലൂടെ കടത്തിയെടുക്കാം. ഈ ലാസ്റ്റ് ഭാഗമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിനെ പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഇലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ജോയിൻറ്റിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്കാക്കി ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിന് ശേഷം ഇതും ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് നന്നായി തന്നെ വലിയുന്ന ഒരു ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാൻഡിൻ്റെ ജോയിൻറ്റിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലോത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി 2 സൈഡൊന്ന് മടക്കി നടുമടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിനെ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായി ഒരു കെട്ട് കൊടുക്കാം. ഇനി ഈ കെട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ബാക്കി ഭാഗം നമുക്കിതുപോലെ ബാക്കിലേക്ക് മടക്കിയെടുക്കാം. അതിന് ശേഷം നമുക്കൊരു സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ തുന്നിയിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി ത്രെഡ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് ശേഷം നമ്മൾ ഈ ബാൻഡ് ഉണ്ടല്ലോ, ഈ ബാൻഡിൻ്റെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത പാട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ഈ ഫ്ലവർ പോലുള്ള ഇതിനെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജോയിൻ പാർട്ടിലേക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കുക, അതായത് ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവറിനെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.